ൂര്യാന്ന് വിളിക്കുവോ സമ്മേളനത്തിന് വിളിക്കാതിരിക്കുവോന്നാ. സമ്മേളനത്തിന് ആരൊക്കെ വിളിക്കേണ്ടത് വിളിക്കേണ്ടാത്തതെന്ന് അതിന്റെ ആ സമ്മേളനം നിശ്ചയിക്കുന്ന സന്ദർഭത്തിലാണ് തീരുമാനിക്കുക. അതിനിപ്പോ ചോദിച്ചിട്ട് കാര്യമല്ല, മനസ്സിലായോ? ആ ജാതി ചോദ്യം വലിയ ചോദ്യമാക്കി കൊണ്ടു നടക്കുമ്പോൾ അങ്ങനെ. അപ്പോ നമ്മൾ തിരിച്ചു ചോദിച്ച്, അങ്ങനെ സമ്മേളനത്തിന്റെ ഒരു കാലം വന്ന് എങ്ങനെ കൂടാനൊരു കമ്മിറ്റി വേണ്ടേ, ഒരു കമ്മിറ്റി വേണ്ടേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾ കേട്ടോളൂ. ആലോചന മുമ്പൊക്കെ എപ്പോഴും തള്ളാനും വെച്ച കൊള്ളാനും വെച്ച ഇങ്ങനെ ഹലക്കിന് പിടിക്കല്, ഇങ്ങനെ ഹലക്കല് പിടിക്കല് എന്തേ പറയാത്തത്? ഇതൊക്കെ കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി കൂടുന്ന ഏത് കമ്മിറ്റി, എന്ത് കമ്മിറ്റി? ഇപ്പൊ ആരാ ബാക്കിയുള്ളത്? ഇപ്പൊ യോഗം വിളിച്ച ആരാ വരുന്നത്? സീക്കാരൻ സാഹിബ് വരുന്നില്ല, അതേപോലെ ഏലാങ്കോട് വരുന്നില്ല, അതേപോലെ അസു സാഹിബ് വരുന്നില്ല. ഞാൻ ആകെ 2-3 അതിനകത്ത് പറഞ്ഞത് എന്ത്, ഞാൻ എന്റെ കെട്ടോളും തട്ടാലും എന്ന് പറഞ്ഞിടത്തേക്കാ ഇപ്പൊ പോണത്. അതുകൊണ്ട് ആ 3 ചോദ്യം പറയാം. രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തും പറഞ്ഞിട്ടില്ല, മൂന്നാമത്തും പറഞ്ഞിട്ടില്ല. അപ്പോ കമ്മിറ്റി അവിടെ അല്ല. എന്തേ അതിന് അദ്ദേഹം പ്രതികരിക്കാതിരുന്നത്? എന്തേ അദ്ദേഹം പ്രതികരിക്കാതിരുന്നത്? ഇല്ലാഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ പി കെ അഹമ്മദ് സാഹിബിന്റെ വോയിസ് കൽപ്പിച്ചതാണ്. എന്താ, ഏപ്പിനെയും ഡീപ്പിനെയും തെരുവിളിച്ചിറങ്ങിപ്പോന്നു അല്ലേ? അതൊക്കെ ഇപ്പൊ പരിഹരിക്കപ്പെട്ട് വളരെ റാഹത്തായിട്ട് പോകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. മറുപടി പറയാത്തതല്ല, അത് വ്യവസ്ഥയിലില്ലാത്തതുകൊണ്ടാണ്. വ്യവസ്ഥയിലില്ലാത്തതുകൊണ്ടാണ് മറുപടി പറയാത്തത്. അതാ അങ്ങനെയാണെങ്കിൽ വ്യവസ്ഥയിലില്ലാത്ത വേറെ പലതിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും തോന്നിയേ ഒരു കാര്യത്തിന് ഒന്നുമില്ല. മൂപ്പര് ഫൈസൽ മൗലവി പറഞ്ഞു, ഇങ്ങനെ പോണ പോക്കില് ഇവിടുത്തെ ഒരു പരിശീലനം കൊണ്ട് നടക്കില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിദേശ പരിശീലനം നേടാം. എന്നത്തെ കളിയില് ഒന്നുമില്ല, വേണമെങ്കിൽ വിദേശത്ത് പോയി പണ്ഡിതന്മാരോട് ചോദിക്കാം, നിങ്ങളെടുത്ത് ഒരു പാസ്പോർട്ട് അല്ലല്ലോ 2 എണ്ണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് അതിനും കയറി കൊത്തിയിട്ടില്ലേ? ഫൈസൽ മൗലവി പറഞ്ഞു, നിങ്ങൾ കേട്ടോളൂ. അതൊന്നുമല്ല വിഷയം. കരുവള്ളിയും മഹദിയും അതിനപ്പുറത്ത് ഒന്നടങ്കം പറഞ്ഞു. ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്. ഈ അഭിപ്രായത്തിൽ ഇത്തിഫാഖുണ്ട് ആലിമീങ്ങൾക്കിടയിരുന്ന. എന്തേ ആ ആലിമീങ്ങളെ കൂട്ടത്തില് എന്തേ അവിടെ പോയി ചർച്ച ചെയ്യാൻ പ്രയാസമുള്ളത്? പാസ്പോർട്ട് 1 2 ഉണ്ടല്ലോ, എന്തേ പോകാൻ ധൈര്യമില്ലാത്തത്? അപ്പൊ അതുകൊണ്ട് അതൊരു കാര്യം. ഒരു ബക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ട് സംഗതി. ആ ബക്കറ്റ് ഇങ്ങനെയുണ്ട്, ഒന്ന് കാര്യമായി കൈകാര്യം ചെയ്യണം. ഞാനത് വളരെ ഗൗരവപൂർവ്വം ഇനി പറയേണ്ടതില്ല. ഈ പരിപാടിന്റെ ചെലവ് അതിന് കിട്ടണം. പോകുമ്പോൾ ചെറിയൊരു പരിക്ക് പോക്കറ്റിനുണ്ടാകും വേണം. അപ്പൊ ഞങ്ങളുടെ രീതി എന്താണെന്നറിയോ? ഞങ്ങളുടെ രീതി, ഞങ്ങള് പ്രൊഫഷണൽ ഭയങ്കര സൂപ്പർ സ്റ്റുഡന്റ് അല്ലെങ്കിലും അല്ലേ? അപ്പൊ ഇങ്ങനെ ആ ഒരു പ്രൊഫഷണലിസം, സൂപ്പർ സ്റ്റുഡന്റ് പ്രൊഫഷണലിസം ഞങ്ങളുടെ അടുത്തുണ്ടാകും. ഞങ്ങൾ അതിന് തിരിച്ചു പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിലില്ല, അതുകൊണ്ട് നിങ്ങൾ പറയണില്ല എന്ന് പറഞ്ഞിട്ടില്ല. കേട്ടോളി. പാസ്പോർട്ട് 2 അല്ല 5 ഉണ്ട്. എന്റെ പാസ്പോർട്ടിന്റെ പിന്നാലെ കൂടിയതുകൊണ്ടൊന്നും ഫൈസൽ മൗലിയാരെ ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ശിർക്കാൻ തെളിയില്ല. മൗലവിനെ ഇങ്ങനെ ഇടയ്ക്ക് മൗലിയാരെ എന്ന് വിളിക്കുന്നുണ്ട്. മൗലവിക്ക്, ഫൈസൽ മൗലവിക്ക് മൗലിയാരെ എന്നുള്ളൊരു എന്താ, ഒരു മുസ്ലിയാരെ എന്നുള്ളൊരു ഡെസിഗ്നേഷൻ എങ്കിലും ഉണ്ട്. ഇപ്പൊ പറഞ്ഞ സലഫി എന്ന് പറഞ്ഞ ഡെസിഗ്നേഷൻ അത് എവിടുന്ന് കിട്ടിയതാണെന്നില്ലേ? അതിന്റെ സനദിൽ ചില പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ സംവാദത്തിൽ ഉപദ്രവിച്ചതായി ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് പറയാണ്. ഇരിക്കട്ടെ, ഏതാണെങ്കിലും 5 എണ്ണമുള്ള വിവരം അറിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. അപ്പൊ നമ്മൾ ചില നിർദ്ദേശങ്ങൾ കൂടി വെച്ചു. പിന്നെ പാസ്പോർട്ട് 5 എണ്ണം സലഫി 1 കാലാവധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പാസ്പോർട്ടിന് കാര്യം ചെയ്യണ്ട്. പിന്നെ എക്സ്പയർ ആയി, പിന്നെ എണ്ണം കൂട്ടാൻ പറ്റും. എന്താ ഇതൊക്കെ സലഫി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്ത് പറ്റും സലഫിക്ക്? എക്സ്പയർ ആയാൽ പിന്നെ ആ പാസ്പോർട്ടിന് അത് എണ്ണം പിടിക്കോ? നേരെ മറിച്ച് 2 പേജിലുണ്ടോ അതാ പ്രശ്നം. 1 രജിസ്ട്രേഷനായി എനിക്കറിയാം, പക്ഷെ മറ്റിലെന്താ അതാ പ്രശ്നം കിട്ടേണ്ടത്. ഞാൻ 5 അഡ്രസ്സിലാണോ അത് പുതിയ തെളിവാണ്. അത് സുക്കൂറിന് കൊടുത്താൽ മതി. ഓനാ പണ്ട് പറഞ്ഞത് 2 ഉണ്ട് എന്നുള്ളത്. സുക്കൂറിന് അറിയില്ല എന്റെ ഉസ്താദ് 3 എണ്ണം വേണേ ഒപ്പിച്ചെന്നുള്ളത്. അത് സുക്കൂറിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അത് പറയിപ്പിക്കണം സലഫി. അത് നമ്മൾ തമ്മിൽ പറയേണ്ടതല്ലല്ലോ, ആ ശൈലല്ലോ വേണ്ടത്. കളി കഴിഞ്ഞപ്പോ സ്വാഭാവികമായ ഒരു ഇഞ്ചറി ടൈം 2 മിനിറ്റ് കൊടുക്കുക നമ്മള്. എന്തിന്? ഒന്നല്ല, മൂപ്പർക്ക് ചെറിയ വിഷയം പറയുന്നുണ്ട്. കാഫർ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കും, അതേപോലെ തന്നെ മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ വസീലത്ത് ശിർക്കും. കളി തീരേണ്ട നേരാണ്. 2 മിനിറ്റ് കളി ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത ആൾ കാരണം. ഇരിക്കട്ടെ, ഏതാണെങ്കിലും അതൊന്നും വിട്ടുകൊടുക്കി. നിങ്ങളിവിടെ തെളിവിനുദ്ധരിച്ച ആരുഷേഖിന്റെ വാചകത്തിലുള്ളത് മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്ത് ശിർക്കും, കാഫിർ ജിന്നിനോടുള്ള സഹായത്തേട്ടം ശിർക്കുമെന്നാണ്. ഇവിടെ ആരുഷേഖ് ഉദ്ധരിച്ച ഈ ആയത്ത് മുസ്ലിയാരെ നിങ്ങൾ ഉദ്ധരിച്ചത് മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാവില്ല, വസീലത്ത് ശിർക്കാകുന്നതാണ് എന്നുള്ള തെളിവ് ചോദിച്ചപ്പോൾ അതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ട്. അപ്പൊ അതാണല്ലോ വിഷയം. ഒന്നുമില്ല, നമുക്കിത് നല്ലൊരു ഗോളാണ്.
ഇത് കാഫിർ ജിന്നിനോട് ചോദിച്ചാൽ ചെറുക്കും, മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ വസീലത്ത് ചെറുക്കും. ഇത് രണ്ടും കൂടി ഒന്ന് ഒന്നാക്കി കൊടുക്കാൻ മുപ്പർക്ക് വേണ്ടത്. അതിന് വേറെ ഷെയ്ഖ് ഹുസൈമിന്റെ കിതാബ് ഞങ്ങളൊന്നും വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഷെയ്ഖ് ഫൗസാന്റെ കിതാബൊന്നും വായിച്ചിട്ടില്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണ്ഡിതന്റെ കിതാബൊന്നും വായിച്ചിട്ടില്ല. സ്വാലിഹ് ആര് ഷെയ്ഖ് ഹത്തുള്ളയുടെ കിതാബെന്ന് വായിച്ചു, അദ്ദേഹത്തിന്റെ വേറെ കിതാബൊന്നും വായിച്ചിട്ടില്ല. ഇതേ കിതാബെന്ന് വായിച്ചു, ഇതേ കിതാബിലെ വേറെ പേജൊന്നും വായിച്ചിട്ടില്ല, ഇതേ കിതാബിലെ ഇതേ പേജെന്ന് വായിച്ചു. ഇതേ പേജിന്റെ വക്കത്ത് നല്ല വായിച്ചത്, കൃത്യം 8 വരി മേലെ നിന്ന് വായിച്ചെടുത്തിട്ട് വളരെ വൃത്തിയായി അദ്ദേഹത്തെ ആ വിഷയം പഠിപ്പിച്ചു. നിങ്ങൾ കേട്ടോളൂ. ആലുഷെയ്ഖ് വൈരുദ്ധ്യം പറഞ്ഞ് വെട്ടിത്തീർക്കാൻ അല്പശ്രമം. ഇത് ആലുഷെയ്ഖ, ഇത് അബ്ദുറഹ്മാൻ സലഫിയല്ല. ആലുഷെയ്ഖ് വ്യക്തമായി പഠിപ്പിച്ചു, വായിച്ചിലെ 8 വരി മേലെ മുസ്ലിമാവട്ടെ അല്ലാത്താവട്ടെ വസീലത്തും മിൻ വസായിൽ ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇന്ന് തെളിവെത്തേണ്ട കാലത്ത് ആരായെന്ന് താഴെ പറയുന്നു. അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന ആയത്ത്. എന്താ പറഞ്ഞത്? മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്താവട്ടെ ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം എന്താ? അങ്ങനത്തെ ചോദ്യത്തെ പറ്റിയ മേലെ അദ്ദേഹത്തോട് ചോദ്യം. അപ്പൊ സുഹൃത്തുക്കളെ, കളി മൊത്തം തീർന്നപ്പോ അവാർഡ് ദാനച്ചടങ്ങ് ഉണ്ടാവുമല്ലോ. അവാർഡ് ദാനച്ചടങ്ങില് ആദ്യം വന്ന് സർട്ടിഫിക്കറ്റും കടലാസൊക്കെ വാങ്ങാൻ സലഫിനെ വിളിച്ചപ്പോ മൂപ്പർക്ക് സാധനം തപ്പീറ്റ് കിട്ടുന്നില്ല. ഞങ്ങളിത് എന്തിനാ പറയണമെന്നറിയോ? നിങ്ങൾ മുജാഹിദുകളെ 2 തട്ടിലാക്കി ശിർക്കാരോപിച്ച് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിചാരണ ചെയ്ത് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. സംവാദത്തിലൂടെ ഞങ്ങൾ തെളിയിച്ചതിന് കാന്തപുരത്തോട് ഉപമിച്ച് ഞങ്ങളുടെ പ്രബോധകരെ, പ്രവർത്തകരെ, സാധാരണക്കാരെ നോവിച്ചതിനുള്ള പരസ്യ വിചാരണയുടെ അവസാനത്തെ മിനിറ്റുകളിൽ നിങ്ങളെ കൈ വരച്ചു. നിങ്ങൾക്ക് പൊറുക്കിയിട്ട് കിട്ടിയില്ല, അല്ലെ? പൊറുക്കിയിട്ട് കിട്ടിയില്ല. അവസാനം ഞങ്ങളെ മധ്യസ്ഥൻ ഇടപെട്ടു, ബഹുമാനെ ശരീഫ് ഇടപെട്ട് പറഞ്ഞു, ഇനി സെൽഫി പറയണം, കുറെ നേരം തരുന്നു, ബാങ്ക് കൊടുക്കാനായി, ബാങ്ക് കൊടുക്കാനായി കാണുന്നുണ്ട്. അപ്പൊ എന്താണെന്നറിയോ അനിയത്തിന്റെ മറുപടി? അത് നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ഒന്നും ഇടപെടല്ലേ, മൂപ്പര സ്ഥിതി ഇപ്പൊ എനിക്കല്ലേ അറിയുള്ളൂ എന്നതിന്റെ അർത്ഥം. നിങ്ങൾ കണ്ടോളൂ. ഇനി സെൽഫി തുടങ്ങാം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. കടലാസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ട് 10 മിനിറ്റ് ഉണ്ടാവും. എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്, 30 മിനിറ്റാണ്. അത് പെട്ടെന്ന് പറഞ്ഞൊരു അനാവശ്യമായിട്ട് സംസാരിക്കേണ്ട ആവശ്യത്തിലില്ല. ആവശ്യം തന്നെയാണ്. അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൊത്തം കണ്ടപ്പോ മനസ്സിലായില്ലേ? സംഗതി താൻ ആവശ്യം തന്നെയാണ്. ശരീരത്തിൽ പറയാൻ പാടുണ്ടില്ല. ജലത്തിന്റെ ഒരു സ്ഥിതിയും ഗതിയൊക്കെ മനസ്സിലാക്കി മൂപ്പരൊന്ന് ഇടപെടേണ്ടതായിരുന്നു. ഇല്ലേ, ഏതാണെങ്കിലും അവസാനം പ്രസംഗം തുടങ്ങിയപ്പോ നമ്മളെ മറ്റേ കുട്ടികളുണ്ടല്ലോ, ജലപ്പിനെ ഈ കോലത്തിലാക്കി ഫൈസൽ മൗലവിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ഫേസ്ബുക്കിൽ പണിയെടുത്ത കുട്ടികളെ ഒരാൾ കമന്റ് ഇട്ട്, ഈ പ്രസംഗം ഞാൻ നേരത്തെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഈ പ്രസംഗം. അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞു, ഇത് മംഗലാപുരത്തെ മൂപ്പരെ കഴിഞ്ഞ ആഴ്ചയിലെ ജുമാഹുത്തുകയാണ്. മനസ്സിലായില്ലേ? സംഗതി ഫിനിഷ്. ഇനി ഇപ്പോഴും പറഞ്ഞെടുക്കണം എന്താ? സംവാദം ഞങ്ങൾ ജയിച്ചു. അത് മുമ്പ് മണ്ണാർക്കാട്ടിൽ നിന്ന് സംവാദം കഴിഞ്ഞപ്പോഴും SSFന്റെ കുട്ടികളെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അപ്പൊ ഏതോ ഒരു കാരണമല്ലേ വീഡിയോ കളയുമെന്ന് പറഞ്ഞു. നല്ല കുട്ടികളെ, നിങ്ങൾ തോറ്റു എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ തോറ്റിട്ടില്ല അല്ല എന്ന് പറയുമ്പോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് CD ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് 24 സ്ഥലത്തെ മുറിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ. CD ഇറങ്ങിയപ്പോ ഞങ്ങൾക്കും മനസ്സിലായി ഒന്നുമില്ല. അതിന്റെ ഒപ്പം വേറെ കുറച്ച് ക്ലിപ്പ്, അല്ലേ, സംവാദത്തിന്റെ അടിയിൽ പെട്ടെന്നൊരു ക്ലിപ്പ് പാരി വന്നിരിക്കണ്, വേറൊരു ക്ലിപ്പ് ഇറങ്ങി പോണ്. മാത്രമല്ല, ഇങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ വേറൊരു CD കൂടി ഇതിന്റെ മേലെ എന്താ, ഇതിന്റെ വിശദീകരണത്തിന്റെ CD. നിങ്ങൾ ഈ വിശദീകരണത്തിന്റെ CD നോക്കിയാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഏത്? അല്ലെങ്കിൽ കണ്ടാൽ ചിലപ്പോ തോറ്റു നിങ്ങൾക്ക് തോന്നും. മനസ്സിലായില്ലേ? അതന്നെയാണ് ഇവിടുത്തെ വിഷയം. സംഗതി പുറംകളി നടക്കുകയാണ് ഇപ്പോ, അല്ലെ? ഇപ്പോ കളി കഴിഞ്ഞതിന്റെ ശേഷമുള്ള പുറംകളിന്റെ സമയമാണ്. മുജാഹിദീങ്ങൾക്ക് വിഷയം മനസ്സിലാകുകയും ചെയ്തു. ഇതിന്റെ ഒരു എന്താ പറയാ ഹാങ് ഓവറിൽ നിന്ന് നിങ്ങൾ മുക്തരാകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ഇത്ര നേരം ഒരുപക്ഷെ പുളിക്കൽ അതല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സ്വീകരിക്കുന്ന റൂട്ടിൽ നിന്ന് ഒരിത്തിരി ഞാൻ ഡൈവേർട്ട് ചെയ്തത് ഞങ്ങളൊക്കെ അനുഭവിച്ച മാനസികാവസ്ഥ മനസ്സിലാകുന്നവർക്കത് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മരണം നമ്മുടെ മുന്നിൽ വരും. മരണം മുന്നിലെത്തുമ്പോൾ ആ മരണത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കാനേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരൂ എന്ന് വളരെ ആത്മാർത്ഥമായി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു.
അവസാനിപ്പിക്കുകയാണ്. 18ാമത് പ്രൊഫ്കോൺ പത്തനംതിട്ടയിലാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജിന്നും മലക്കും ദുആ കേൾക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും പള്ളിയില്ലാത്ത പത്തനംതിട്ടയിൽ നാം പ്രഖ്യാപിച്ച പ്രൊഫ്കോൺ അവിടെ തൗഹീദിന്റെ സ്ഥാപനങ്ങളും ഒക്കെ വരുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 18 വർഷത്തെ പഴക്കമുള്ള ഉയരമുള്ള ഈ വൃക്ഷത്തിലെ ഫലം കഴിച്ച് പലർക്കും പല നന്മയും കിട്ടിയിട്ടുണ്ട്. സ്വന്തം ക്ലിനിക്കിൽ ലഘുലേഖയും സിഡിയും വെച്ച് കണ്ടോക്ടർ അയാള് സ്വന്തം പേഷ്യൻസിന് ഇത് കൊടുത്ത് അവരോട് സംസാരിക്കുന്നത് കണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. കുട്ടികൾ കാരണം കുടുംബങ്ങൾ മാറിയതിന്റെ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ സജീവമായി ഇതിൽ സഹകരിക്കുക. 3 ദിവസമല്ല പ്രൊഫ്കോൺ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ക്യാമ്പസിലും വ്യക്തിപരമായ സംഭാഷണവും സ്കോഡും അങ്ങനത്തെ അനുബന്ധമായ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ പ്രൊഫ്കോൺ മുന്നോട്ട് പോകുന്നത്. അതിനാണ് നിങ്ങളോട് സാമ്പത്തികമായ സഹായം ചോദിക്കുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അമീൻ അമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം.